ബ്രൈഡ്സ് ഓഫ് ദ കിങ് സീസൺ 1 എപ്പിസോഡ് 1ലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മിയ ബിനോയ്, ഹോളി ക്രോസ് മുഖപ്പേരുടെ വകയെന്നാണ്. ഞാനാണ് ഇന്നത്തെ ഈശോയുടെ മണവാട്ടിയെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി തരാൻ പോണത്. Every great vocation begins with a simple yes. A yes to God's call, a yes to love, a yes to sacrifice, a yes that changed not only one life but the lives of countless others. Today, before we meet the bride of Christ, let us remember one such yes. Mother Mary's yes to becoming the mother of Jesus, the greatest yes in history, which is evident in Luke chapter 1 verses 38. Let it be to me according to your word. So ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് ആരാണെന്ന് നമുക്ക് നോക്കാം. Here's a small intro video about today's bride. മനമോടു മനമൊന്നു പറയുന്നു സൗഹൃദം സൗഹൃദം മനമോടു മനമൊന്നു പറയുന്നു സൗഹൃദം സൗഹൃദം നീ എന്റെതെന്നും ഞാൻ നിന്റെതെന്നും പറയാതെ പറയുന്നു സൗഹൃദം 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 മനമോടു മനമൊന്നു പറയുന്നു സൗഹൃദം സൗഹൃദം മനമോടു മനമൊന്നു പറയുന്നു സൗഹൃദം സൗഹൃദം നീ എന്റെതെന്നും ഞാൻ നിന്റെതെന്നും പറയാതെ പറയുന്നു സൗഹൃദം സൗഹൃദം സൗഹൃദം. Yes, so ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് സിസ്റ്റർ ക്രിസ്റ്റി മരിയ ഫ്രം ദ കോൺഗ്രിഗേഷൻ ഓഫ് ഹോളി ഫാമിലി. Sister, can you give an intro about yourself and the congregation of Holy Family, sister? ഈശം ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സിസ്റ്റർ ക്രിസ്റ്റി മരിയ CHF. ഞാനൊരു ഹോളി ഫാമിലി സന്യാസിനി സമൂഹാംഗമാണ്. ഞാനിപ്പോൾ സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത് ഹുസൂർ രൂപതയിലെ നൂത്തഞ്ചേരി കത്തീഡ്രൽ ഇടവകയിലാണ്. എൻ്റെ വീട് ഇരിഞ്ഞാലക്കുട രൂപതയിലെ കുറ്റിക്കാട് എന്ന സ്ഥലത്താണ്. അപ്പനും അമ്മയും ഞാനും എൻ്റെ സഹോദരനും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. ഞാൻ ഒരു ഹോളി ഫാമിലി സിസ്റ്ററും എൻ്റെ സഹോദരൻ ഒരു വിൻസെൻഷ്യൻ കോൺഗ്രിഗേഷൻ വൈദികനുമാണ്. ഇപ്പോൾ ഈ നാഗാലാൻഡിലെ സാദിമ രൂപതയിലാണ് എൻ്റെ സഹോദരൻ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ സന്യാസിനി സമൂഹത്തെക്കുറിച്ച് പറയുമ്പോൾ 1914 മെയ് 14 ഹോളി ഫാമിലി സന്യാസിനി സമൂഹം സ്ഥാപിതമാകുന്നത്. കേരളത്തിലെ പഞ്ചക്ഷതധാരിയും കുടുംബങ്ങളുടെ മധ്യസ്ഥയുമായ വിശുദ്ധ മറിയം ത്രേസ്യായാലാണ് പുത്തഞ്ചേരിയിൽ വെച്ച് ഞങ്ങളുടെ സന്യാസിനി സമൂഹം രൂപം കൊണ്ടത്. 19-ാം നൂറ്റാണ്ടിൽ സ്ത്രീകൾ പുറത്തിറങ്ങാൻ പോലും പേടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ ധീരതയോടുകൂടെ വീട് വീടാന്തരം കയറിയിറങ്ങി കുടുംബങ്ങളെ തിരുക്കുടുംബങ്ങളാക്കാൻ പ്രവർത്തിച്ച ഒരു ധീര വനിതയാണ് വിശുദ്ധ മറിയം ത്രേസ്യ. അമ്മയിലൂടെ ലഭിച്ച ഈ ചൈതന്യമാണ് ഞങ്ങളെ എപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ സന്യാസിനി സമൂഹത്തിൻ്റെ ക്യാരിസം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ കരുണാർദ്ര സ്നേഹത്തിലൂടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുക എന്നതാണ്. അതിനാൽ ഓരോ വ്യക്തിയിലൂടെയും ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയിലൂടെയും ഞങ്ങൾ എത്തിച്ചേരുന്നത് അവരുടെ കുടുംബങ്ങളിലേക്കാണ്. ഞങ്ങളുടെ ഓരോ പ്രേക്ഷിത മേഖലയും, അത് വിദ്യാഭ്യാസ പ്രേക്ഷിതമായാലും ജീവകാരുണ്യ പ്രവർത്തനമായാലും ആതുര ശുശ്രൂഷയായാലും, അങ്ങനെ ഓരോ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളിലൂടെയും ഞങ്ങൾ എത്തിച്ചേരുന്നത് ആത്മീകമായി ഓരോരുത്തരുടെയും കുടുംബങ്ങളിലേക്കാണ്. അതായത് സഭയുടെ ചെറു പതിപ്പായ കുടുംബങ്ങളെ തിരുക്കുടുംബത്തിൻ്റെ മാതൃകയിലാക്കുവാൻ, കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും നിറയ്ക്കുവാനായി ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിലെ ഓരോ സിസ്റ്ററും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനായി ഞങ്ങൾക്ക് ഡയറക്റ്റ് അപ്പോസ്റ്റലേറ്റ് ഉണ്ട്. ഫാക്ടറി എന്ന് പറയുന്ന ഫാമിലി അപ്പോസ്റ്റലേറ്റ് ട്രെയിനിങ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇവിടെയെല്ലാം നിരവധി കോഴ്സുകളിലൂടെ പലർക്കും ഫാമിലി അപ്പോസ്റ്റലേറ്റ് എങ്ങനെ ചെയ്യണമെന്ന പരിശീലനം ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹോം മിഷനിലൂടെ ഒത്തിരിയേറെ കുടുംബങ്ങളെ ദൈവസ്നേഹത്താൽ നിറയ്ക്കുവാനായിട്ട് ഞങ്ങളുടെ ഓരോ CHF സിസ്റ്ററും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. Wow, it's actually good to hear about your family and congregation, sister.
Now, the first question for you, sister. How did you identify your divine call and what made you choose the congregation of Holy Family? എൻ്റെ ദൈവവിളി എനിക്ക് ലഭിക്കുന്നത് +2 കഴിഞ്ഞൊരു സമയത്താണ്. +2 10 എന്നൊക്കെ പറയുമ്പോൾ ജീവിതത്തിൻ്റെ ഒരു നിർണായകമായൊരു തീരുമാനമെടുക്കാൻ എല്ലാവരെയും പ്രേരിപ്പിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂട്ടുകാരും മറ്റുള്ളവരുമെല്ലാം പലവിധ കോഴ്സുകളെക്കുറിച്ച് എൻട്രൻസ് എക്സാമിനെ കുറിച്ചൊക്കെ ചിന്തിച്ചും അതിനായി പരിശ്രമിച്ചും കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വളരെ ശാന്തമായിരിക്കുകയായിരുന്നു. എനിക്കെന്തോ ഒരു ഫർദർ ഒരു സ്റ്റഡിയെക്കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് തോന്നിയില്ല. അപ്പോൾ എൻ്റെ മനസ്സ് വളരെ ശാന്തമായിട്ട് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യം എന്ന് പറയുന്നത് എല്ലാവരും പോകുന്ന ഈ ഒരു വഴിക്ക് പോകണമോ, എന്തെങ്കിലും ഒരു വ്യത്യസ്തത വേണമോ എന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ചലഞ്ചിങ് ആയിട്ട് എൻ്റെ ലൈഫിനെ എനിക്ക് എടുക്കണമെന്ന് തോന്നി. എനിക്ക് എൻ്റെ സഹപാഠികളെ പോലെ കുറച്ചുകൂടെ അവരുടെ ഒപ്പം നടന്ന് പലവിധ കോഴ്സുകളിൽ ചേർന്ന് ഭാവി സുരക്ഷിതമാക്കാം. അതിലുമുപരി ഒരു ചലഞ്ചിങ് ആയിട്ട് എന്തെടുക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സിസ്റ്റർ ആകണമെന്നുള്ള ഒരു ആഗ്രഹം ശക്തമായിട്ട് എന്നിൽ നിന്ന് വന്നത്. അങ്ങനെയാണ് ഞാൻ ഈ സന്യാസിനി സമൂഹത്തിലേക്ക് വരുന്നതും ഇവിടെ ഒരു സിസ്റ്ററായിട്ട് എനിക്ക് സേവനം ചെയ്താൽ മതി എന്ന എൻ്റെ തീരുമാനത്തെ ഉറപ്പിക്കുകയും ചെയ്തത്. ആ സമയത്ത് ഞാൻ ഈശോയുടെ ഒരു നിർബന്ധന പോലെ വെച്ചിരുന്നു. കാരണം ഞാനായിട്ട് ആരോടും പോയി പറയില്ല, എന്നോട് വന്ന് ചോദിച്ചാൽ മാത്രമേ ഞാനൊരു സിസ്റ്ററാകാൻ പോകൂ എന്നൊരു നിർബന്ധം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്നെ സിസ്റ്റേഴ്സ് ഇങ്ങോട്ട് വന്ന് ചോദിച്ച ഒരു ബലത്തിലാണ് ഞാൻ ഒരു സിസ്റ്ററാകാൻ പോകുന്നതും ദൈവം ഞാൻ വെച്ച ആ ഒരു കണ്ടീഷൻ എനിക്ക് നടപ്പിലാക്കി തരികയും അങ്ങനെ ഞാൻ ഈ ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിലെ ഒരു അംഗമായിട്ട് മാറുകയും ചെയ്തു. അതോടൊപ്പം തന്നെ എന്നെ എന്തുകൊണ്ടാണ് ഈ കോൺഗ്രിഗേഷൻ ഹോളി ഫാമിലി സന്യാസിനി സമൂഹം തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ എനിക്ക് ഹോളി ഫാമിലി സിസ്റ്റേഴ്സിൻ്റെ സ്റ്റൈല്, അവരുടെ പെരുമാറ്റ രീതികൾ, സൗഹാർദ്ദപരമായ പെരുമാറ്റം, ഇതെല്ലാം എന്നെ ഒത്തിരിയേറെ ആകർഷിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും എൻ്റെ വീടിൻ്റെ അടുത്താണ് മൂതിരക്കണി അമ്മ എന്നൊരു സ്ഥാപനം. അത് ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് നടത്തുന്ന ആതുര ശുശ്രൂഷാലയമാണ്. അവിടെ പ്രായമായ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ആരോരും ഇല്ലാത്തവരെ നോക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ സിസ്റ്റേഴ്സ് ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം അവിടെ പോയി കാണാൻ എൻ്റെ അമ്മ തന്നെ എനിക്കൊരു അവസരം ഒരുക്കി തന്നു. അങ്ങനെ ഞങ്ങൾ ആ സ്ഥാപനം പോയി കാണുകയും അവിടുത്തെ സിസ്റ്റേഴ്സിൻ്റെ പ്രവർത്തനങ്ങൾ, അവരുടെ വർത്തന രീതികൾ, ഇതെല്ലാം എന്നെ ഒത്തിരിയേറെ ആകർഷിച്ചു. ഇതെല്ലാം കണ്ടപ്പോൾ ഉള്ളിലുണ്ടായിരുന്ന ഈശോയെ സേവിക്കണം, ഈശോയ്ക്ക് ശുശ്രൂഷ ചെയ്യണം എന്നൊരു വലിയൊരു ആഗ്രഹത്തെ അത് ഉജ്ജ്വലിപ്പിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ സന്യാസിനി സമൂഹം തന്നെ തിരഞ്ഞെടുത്ത് ഇങ്ങോട്ട് വരാനായിട്ട് കാരണമായത്. This is truly inspiring, sister. Your journey towards your divine calling is so beautiful. Now, for the second question. Who inspired you to embrace this path? And who motivated you the most to choose this path? എൻ്റെ ദൈവവിളിയുടെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് എൻ്റെ പാരൻസാണ്. എൻ്റെ അപ്പച്ചൻ്റെയും അമ്മയുടെയും ജീവിത രീതികൾ, പ്രാർത്ഥനാ ജീവിതം, നന്മ പ്രവൃത്തികൾ, ദേവാലയമായി ചുറ്റിപ്പറ്റിയുള്ള അവരുടെ ഒരു ജീവിത ശൈലി, അത് ചെറുപ്പം മുതലേ കണ്ടു വളർന്ന എൻ്റെ മനസ്സിൽ ആഴത്തിൽ എങ്ങനെ ദൈവത്തെ സ്നേഹിക്കണമെന്ന് അവർ പഠിപ്പിച്ചു തരികയായിരുന്നു. അതാണ് വലുതായപ്പോൾ +2 കഴിയുമ്പോഴെല്ലാം വളർന്നു വലുതായി വിളി സ്വീകരിക്കാൻ എന്നെ പര്യാപ്തിയാക്കിയത് എന്ന് എനിക്ക് തീർച്ചയാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും സ്വാധീനിക്കാൻ അവരുടേതായ ഒരു വ്യക്തിമുദ്ര എന്നിൽ പതിപ്പിച്ചിട്ടുണ്ട്. അനുദിനം മുടങ്ങാതെയുള്ള വിശുദ്ധ കുർബാനയും കുടുംബ പ്രാർത്ഥനയും ഞായറാഴ്ച ദിനാചരണവും അതുപോലെ സൺഡേ കാറ്റസവും ഇതിനെല്ലാം അവർ ഒത്തിരിയേറെ മൂല്യം കൊടുത്തിരുന്നു. അപ്പോൾ അങ്ങനെയൊരു ജീവിതശൈലി സ്വീകരിച്ച് അതിലൂടെ കടന്നു വന്ന എൻ്റെ ജീവിതത്തിൽ എങ്ങനെ ദൈവത്തെ സ്നേഹിക്കണമെന്ന് അറിയാതെ തന്നെ അവർ എന്നിൽ കൊത്തിവെച്ചു. എങ്ങനെ ദൈവത്തെ സ്നേഹിക്കണമെന്ന്, അത് ദൈവത്തെ സ്നേഹിക്കാൻ എൻ്റെ കുഞ്ഞു മനസ്സിലൂടെ വളർന്ന് അതിൻ്റെ പരിസമാപ്തിയിൽ വളർന്ന് ഞാനൊരു സന്യാസിനിയാകുവാൻ കാരണമായി എന്ന് തന്നെ പറയാം. ഞാൻ +2 കഴിയുമ്പോഴാണ് വീട്ടിൽ നിന്ന് സന്യാസിനി സമൂഹത്തിലേക്ക് വരുന്നത്. എൻ്റെ സഹോദരൻ ആ സമയം 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ദൈവവിളി സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ അപ്പച്ചനും അമ്മച്ചിയും ഉള്ളിൽ സങ്കടം ഉണ്ടെങ്കിലും അവർ ഞങ്ങൾക്ക് അനുവാദം നൽകുകയാണ്. നിങ്ങളുടെ ഇഷ്ടം എന്താണോ, ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 പേർക്കും പോകാം, ഞങ്ങളെ പ്രതി നിങ്ങളിവിടെ നിൽക്കേണ്ട, ഞങ്ങളെ ദൈവം തന്നെ നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞുകൊണ്ട്
വെറും 2 ആഴ്ച വ്യത്യാസത്തിലാണ് ഞങ്ങൾ 2 പേരും വീട്ടിൽ നിന്ന് സെമിനാരിയിലേക്കും മഠത്തിലേക്കും ഇറങ്ങി വരുന്നത്. പക്ഷേ അവരുടെ അനുവാദം ആശീർവാദം ഒക്കെ നൽകിക്കൊണ്ടാണ് ഞങ്ങളെ പറഞ്ഞയച്ചത്. ഞങ്ങളെ പ്രതി നിങ്ങൾക്ക് ലഭിച്ച വിളി നഷ്ടപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ദൈവത്തിന് സമർപ്പിക്കുന്ന അവരുടെ മനോഭാവം തന്നെ ജീവിതത്തിൽ സമർപ്പണ വീതിയിൽ എപ്പോഴും എനിക്ക് കരുത്ത് പകർന്നിട്ടുണ്ട്. ഒരു പൂർണ്ണ സമർപ്പണം ചെയ്ത എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് വരിക വിധവയായ ആ സ്ത്രീ 2 ചെമ്പ് നാണയങ്ങൾ ദൈവാലയത്തിൽ സമർപ്പിച്ച് ഒരു ഉപജീവനത്തിനുള്ള വക പോലും സമർപ്പിച്ച ആ സംഭവമാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. കാരണം 2 മക്കളെയും ദൈവത്തിന് നൽകി തങ്ങൾക്കായി ഒന്നും മാറ്റിവെക്കാത്ത ഒരു പൂർണ്ണ സമർപ്പണത്തിൻ്റെ ഉടമകളായി തന്നെ എൻ്റെ അപ്പച്ചനെയും അമ്മയെയും എനിക്ക് നോക്കിക്കാണാൻ സാധിക്കും. അവരാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇൻസ്പിരേഷൻ. എൻ്റെ വിളി മുന്നോട്ട് കൊണ്ടുപോകാൻ ശക്തമായ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന അപ്പനും അമ്മയും അവരുടെ ആശീർവാദവും അവരുടെ സ്നേഹവും കരുതലും എപ്പോഴും എനിക്ക് താങ്ങും പ്രാർത്ഥനാ ശക്തിയുമാണ് എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കും. Thank you, sister. Now for question 3. How are you enjoying your life right now? And what advice would you like to give to the younger generation? തിരുവചനം ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്: നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയില്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തതെന്ന്. ദൈവം തന്നെ തിരഞ്ഞെടുത്ത് സ്വന്തമാക്കി അവിടുത്തെ വയലിൽ വേല ചെയ്യാൻ വിളിച്ചവരാണ് ഓരോ സമർപ്പിതരും ഓരോ വൈദികരും. അങ്ങനെ ദൈവവിളി സ്വീകരിച്ച് ഞാൻ അവിടുത്തെ ആ സ്നേഹത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ എപ്പോഴും അവിടുത്തെ അനുഗ്രഹങ്ങൾ ഓർത്ത് നന്ദി പറയാൻ മാത്രമേ എനിക്ക് സാധിച്ചിട്ടുള്ളൂ. കാരണം അത്രയേറെ അനുഗ്രഹങ്ങൾ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞിട്ടുണ്ട്. ഒന്നുമല്ലാതിരുന്ന എന്നെ ഒത്തിരിയേറെ കാര്യങ്ങൾ വളർത്തി, ഒത്തിരിയേറെ നന്മകൾ നൽകി, മറ്റുള്ളവരിലേക്ക് ഇറങ്ങാൻ തക്ക വിധം എന്നെ ഉയർത്തിയ അവിടുത്തെ ആ വലിയ സ്നേഹം ഇപ്പോഴും ഞാൻ ഓർത്ത് നന്ദി പറയുന്നു. ദൈവവിളി സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും വരുന്നത് ഒരു വലിയൊരു സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവമാണ്. കാരണം മറ്റേത് വിളിയേക്കാളും സ്വാതന്ത്ര്യം നൽകുന്ന ഒരു വിളിയാണ് ദൈവവിളി എന്ന് പറയുന്നത്. ഒരാളിലേക്ക് മാത്രം ഒതുങ്ങാതെ എല്ലാവരിലേക്കും ഒരുപോലെ സ്നേഹം നൽകാൻ ദൈവം നൽകുന്ന ഒരു അവസരമാണ് ദൈവവിളിയിലൂടെ. ഏതൊരു വ്യക്തിയിലേക്കും ഇറങ്ങാനുള്ള ഒരു സ്വാതന്ത്ര്യം, അവരുടെ ജീവിതങ്ങളിലേക്ക് ഒരു വെളിച്ചമായി പകരാനുള്ള ഒരു അനുഭവം പകർത്തു നൽകാൻ, അങ്ങനെ ജീവിതം കൊണ്ട് മാതൃക നൽകാൻ ഏറ്റവും കൂടുതൽ ക്രിസ്തുവിൻ്റെ സാക്ഷികളാകാനുള്ള ഒരു അവസരം ദൈവവിളിയിലൂടെ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ സാക്ഷ്യം തന്നെയാണ് എൻ്റെ ജീവിതവും എന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഒരു അപ്പച്ചനെയും അമ്മയെയും ഞാൻ ഉപേക്ഷിച്ചപ്പോൾ ആ ഒരു അപ്പനും ഒരു അമ്മയ്ക്കും പകരം ഒത്തിരിയേറെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, സ്വന്തങ്ങളെ എനിക്ക് ലഭിച്ചു. അവരിലേക്കെല്ലാം ഒരു സ്വന്തമെന്ന പോലെ ഇറങ്ങാൻ അവിടുന്ന് തരുന്ന ആ കഴിവിനെക്കുറിച്ച്, അവിടുന്ന് നൽകുന്ന നന്മകളെക്കുറിച്ച് ഓർത്ത് ഞാൻ ഇപ്പോഴും നന്ദിയുള്ളവളാണ്. അവിടുത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിലിരിക്കുമ്പോൾ ഇതിന് നന്ദി പറയാൻ മാത്രമേ എനിക്ക് സാധിക്കുന്നുള്ളൂ. ഓരോ നിമിഷവും അവിടുന്ന് വർഷിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്നെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ ദൈവം അതിൽ പ്രവർത്തിക്കുന്ന, ഇടപെടുന്ന ഓരോ അനുഭവങ്ങളും അത് വ്യത്യസ്തങ്ങളാണ്. ഓരോ ദിവസത്തെയും അനുഭവങ്ങൾ പുതിയ അനുഭവങ്ങളാണ്. ഒരു ദിനം മറ്റൊരു ദിനം പോലെയല്ല. അത്രമാത്രം പുതുമ നിറച്ച് നൽകുന്ന ദൈവത്തിൻ്റെ ആ സ്നേഹം എപ്പോഴും വലയം ചെയ്യുന്ന, വഴി നടത്തുന്ന ഒരു സ്നേഹത്തിൻ്റെ അനുഭവത്തിലാണ് ഞാനിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവസ്നേഹത്തിൽ, ദൈവ അനുഭവത്തിൽ, ദൈവകൃപയിൽ ആശ്രയിച്ചുള്ള ഒരു ജീവിതം എന്ന് പറയുമ്പോൾ അത് പരിശുദ്ധാത്മാവിലുള്ള ആ സ്നേഹത്തിൽ, സന്തോഷത്തിലുള്ളൊരു ജീവിതമാണ്. അതിൻ്റെ അനുഭവം എന്ന് പറയാൻ വർണ്ണിക്കാൻ വാക്കുകളില്ല. അത്രമാത്രം സ്നേഹം ദൈവം ഓരോ നിമിഷവും നൽകുന്നു. എല്ലാ ആകുലതകളിലും, എല്ലാ പ്രതിസന്ധികളിലും ദൈവം തന്നെ കൂടെ വരുന്ന, ദൈവം തന്നെ സഹായകനായി കൂടെ വരുന്ന ഒരു അനുഭവം, പല വഴിനടത്തലുകൾ, ഇതെല്ലാം ഏറ്റുപറയാൻ ഒത്തിരിയേറെയുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ, ദൈവവിളിയെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഒരു കഥയാണ്. ഒരിക്കലൊരു രാജാവ് കുറേയേറെ സമ്മാനങ്ങൾ, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേയേറെ സമ്മാനങ്ങൾ വാങ്ങി ഒരു സ്ഥലത്ത് വെച്ചിട്ട് കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം എടുത്തു, നിങ്ങൾ എടുക്കുന്നതെല്ലാം നിങ്ങളുടെ സ്വന്തമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടികളെല്ലാം ഈ സമ്മാനം കണ്ടപ്പോൾ ഓടി നടന്ന് അവർക്കിഷ്ടമുള്ള സമ്മാനങ്ങളെല്ലാം സ്വന്തമാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഒരു കുട്ടി മാത്രം മാറി നിന്ന് ഒരു മൂലയ്ക്ക് നിൽക്കുന്നു. അവനൊന്നും ചെയ്യുന്നില്ല, ഒരു സമ്മാനവും എടുക്കാൻ ഓടുന്നില്ല. അപ്പോൾ രാജാവ് പറഞ്ഞു, നീ മാത്രം എന്താണ് എടുക്കാത്തത്, നിനക്കും എടുക്കാം, പോയി അവരോടൊപ്പം ചെന്ന് എടുക്കൂ എന്ന് പറഞ്ഞ് അവനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നത് രാജാവിനെ തന്നെയാണ്. അപ്പോൾ അവർക്കെല്ലാം അതിശയമായി. കാരണം
മറ്റുള്ളവരെല്ലാം രാജാവ് വാങ്ങിത്തന്ന സാധനങ്ങളിലേക്ക് ശ്രദ്ധയൂന്നി അവ എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഈ കുട്ടി മാത്രം ഇതെല്ലാം വാങ്ങിത്തന്ന രാജാവിനെ സ്വന്തമാക്കി രാജാവിനുള്ളതെല്ലാം സ്വന്തമാക്കാൻ അവൻ ആഗ്രഹിച്ചു. അതുതന്നെയാണ് ഒരു ദൈവവിളിയുടെ ലക്ഷ്യവും. എല്ലാം തരുന്ന ദൈവത്തിനെ മറന്ന് ചിലപ്പോൾ അവിടെ നിന്ന് തന്ന സൃഷ്ടികളിലേക്ക് മാത്രം ശ്രദ്ധ പതിച്ചു പോകുമ്പോൾ അവിടെ ഒരു ചാൻസ് കിടക്കുന്നുണ്ട്, ദൈവത്തെ തന്നെ സ്വന്തമാക്കാനുള്ളൊരു അവസരം. അത് ദൈവവിളി സ്വീകരിക്കുന്ന ഓരോരുത്തരും ആ ദൈവത്തെ സ്വന്തമാക്കി മുന്നോട്ട് പോകുന്നവരാണ്. അവർക്കറിയാം മറ്റെല്ലാത്തിനേക്കാളും ഉപരി നേടേണ്ടത് അഥവാ എല്ലാം സൃഷ്ടിച്ച ആ ദൈവത്തെ തന്നെയാണ്. ക്രിസ്തുവിനെ മണവാളനായി സ്വീകരിച്ച് അവിടുത്തെ സ്വന്തമാക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരു സമർപ്പിത എന്ന് പറയുമ്പോൾ അത്രയധികം ആനന്ദം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ എപ്പോഴും ആയിരിക്കാൻ അവസരം ലഭിച്ചൊരു വ്യക്തിയാണ്. ദൈവത്തെ തന്നെ സ്വന്തമാക്കുക എന്നതിലുപരി മറ്റെന്താണ് മൂല്യമുള്ളതായിട്ടുള്ളത്? ആ ഒരു ആനന്ദം അനുഭവിക്കണമെങ്കിൽ, ആ സമർപ്പിതര ചൈതന്യം, ആ സ്നേഹത്തിൻ്റെ അനുഭവമെല്ലാം അനുഭവിക്കണമെങ്കിൽ ഈ ഒരു സന്യാസ അന്തസ്സിലായിരിക്കുമ്പോൾ സാധിക്കും. അതെനിക്ക് എൻ്റെ ജീവിതം കൊണ്ട് പറയാൻ സാധിക്കും, ഏറ്റുപറയാൻ സാധിക്കും. അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണത്. അതിനാൽ എല്ലാവരെയും ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞ് ലഭിക്കുന്ന വിളിക്ക് പ്രചോദനം, അതിന് പ്രത്യുത്തരമേകി ഈശോയിലേക്ക് നടന്നെടുക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Thank you, sister, for your valuable time. I hope all of you are feeling inspired or motivated, right? May this light shine upon all of us. Let me now invite Johan from St. Anthony's Cathedral, Nuthanjeri for the prayer. എത്രയും ദയുള്ള മാതാവേ, അങ്ങേ സംഗീതത്തിൽ ഓടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്നോർക്കണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞി, ദയയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേ തൃപ്പാദത്തിങ്കൽ ഞാൻ അണയുന്നു. നെടുവേർപ്പോടും കണ്ണുനീരോടും കൂടി പാപിയായ ഞാൻ അങ്ങേ ദയയെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടിടണമേ. ആമേൻ. Thank you, Johan, for your lovely prayer. I hope all of you enjoyed today's show. Let's meet tomorrow with another Bride of the King. Until then, it's Mia signing off. Thank you and good night.